അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയാൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ, അതിൻ്റെ ബെനഫിറ്റ്സ് മനസ്സിലാക്കിയാൽ നമ്മളത് ധാരാളമായി ജീവിതത്തിൽ പ്രാവർത്തികമാക്കും. 4-5 പ്രത്യേകതകൾ പങ്കുവയ്ക്കുകയാണ്. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അങ്ങയുടെ പേരിൽ ഞാൻ സ്വലാത്ത് വർഷിക്കുന്നു എന്നതിനെക്കുറിച്ച് സംവദിച്ചപ്പോൾ പ്രവാചകൻ അതിനെ മറുപടിയായി പറഞ്ഞത്, ഇദൻ തുക്ഫ ഹമ്മക് വയുഗ്ഫറു ലക ദംബുക്. അങ്ങനെ നീ സ്വലാത്ത് വർദ്ധിപ്പിച്ചാൽ നിൻ്റെ പാപങ്ങൾ പൊറുക്കുകയും നിൻ്റെ ടെൻഷൻ ദൂരീകരിക്കപ്പെടുകയും ചെയ്യും. ഇമാം തിർമിദി ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മനസ്സിലെ ടെൻഷൻ മാറാൻ, നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ ഉള്ള ഒരു മാർഗമാണ് സ്വലാത്ത്. മൻ സ്വല്ല അലയ്യ സ്വലാത്തൻ സ്വല്ലല്ലാഹു അലൈഹി ബിഹ അശ്റ. രണ്ടാമത്തെ ഒരു പ്രത്യേകത, ആരെങ്കിലും എൻ്റെ പേരിൽ ഒരു സ്വലാത്ത് നിർവഹിച്ചാൽ അള്ളാഹു അയാളുടെ പേരിൽ 10 സ്വലാത്തുകൾ വർഷിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വഹുത്തത് അൻഹു അശ്റു ഖതിആത്ത്. 10 തെറ്റുകൾ മായ്ച്ചു കളയും. വറുഫിഅത് ലഹു അശ്റു ദറജാത്ത്. 10 ദറജകൾ സ്വലാത്ത് മൂലം അയാൾക്ക് വർദ്ധിപ്പിക്കപ്പെടും, ഉയർത്തപ്പെടും. ഇന്ന ഔലൻ നാസി ബി യൗമൽ ഖിയാമഹ അക്തറുഹും അലയ്യ സ്വലാത്തൻ. ഇമാം തിർമിദി തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണത്. അന്ത്യനാളിൽ എന്നോട് ഏറ്റവും അടുപ്പമുള്ള ആൾ ധാരാളമായി സ്വലാത്ത് ചൊല്ലുന്ന ആളാണ്. ഇനി വെള്ളിയാഴ്ച ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വെള്ളിയാഴ്ച എന്ന് പറയുന്നത് ദിവസങ്ങളുടെ തലവനാണ്. ഫഅക്സിറു അലയ്യ മിനസ്വലാത്തി ഫീ. നിങ്ങൾ ധാരാളമായി വെള്ളിയാഴ്ച ജുമാ ദിവസം സ്വലാത്ത് ചൊല്ലുക. ഇമാം അഹ്മദ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അൽ ബഖീൽ, പിശുക്കൻ ആരാണെന്നറിയുമോ? മൻ ദുക്കിർതു ഇൻദഹു വലം യുസല്ലി അലയ്യ. എന്നെക്കുറിച്ച് കേട്ടിട്ട്, എൻ്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവനാണ് ഏറ്റവും വലിയ പിശുക്കൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ സാധിക്കും. ഇനി ഇതിൻ്റെയൊക്കെ മഹത്വം അറിയാൻ സൂറത്തുൽ അഹ്സാബ്, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഹ്സാബ് 56-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അള്ളാഹുവും മലായിക്കത്തുകളും സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. അള്ളാഹു സ്വലാത്ത് വർഷിക്കുന്നുണ്ട്, മലായിക്കത്തുകൾ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. അതുകൊണ്ട് സത്യവിശ്വാസികളെ, പ്രവാചകൻ്റെ പേരിൽ നിങ്ങളും സ്വലാത്ത് ചൊല്ലുവീൻ എന്ന് അള്ളാഹു തന്നെ വളരെ ഗൗരവത്തിൽ നമ്മോട് കൽപ്പിക്കുന്നുണ്ട്. സ്വലാത്തും സലാമും അവിടെ പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സഹാബാക്കൾ പറയുന്നുണ്ട്, ഞങ്ങൾക്കറിയാം എങ്ങനെയാണ് അങ്ങയോട് സലാം പറയേണ്ടത് എന്ന്. എന്നാൽ ഫക്കൈഫ നുസ്വല്ലി അലൈക യാ റസൂലല്ലാഹ്, പ്രവാചകരെ അങ്ങയോട് സ്വലാത്ത് ചൊല്ലേണ്ടത്, അങ്ങയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലേണ്ടത് എങ്ങനെയാണ് എന്നൊന്ന് പഠിപ്പിച്ചു തരണം എന്ന്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച സ്വലാത്താണ് അസ്വലാത്തുൽ ഇബ്രാഹിമിയ്യ. നമ്മൾ അത്തഹിയാത്തിൽ സാധാരണ ചൊല്ലാറുള്ള അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഫിൽ ആലമീൻ ഇന്നക ഹമീദും മജീദ് വരെയുള്ള സ്വലാത്ത്. ആ സ്വലാത്താണ് അള്ളാഹും റസൂലും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. പിന്നെ സ്വാഭാവികമായും ഒരുപാട് സ്വലാത്തുകൾ ധാരാളമായി ഇറങ്ങിയിട്ടുണ്ട്. അത് മാൻ മെയ്ഡാണ്, ഗോഡ് മെയ്ഡ് ഈ സ്വലാത്താണ്. മറ്റതൊക്കെ മനുഷ്യരുണ്ടാക്കിയ സ്വലാത്തുകളാണ്. അതിനതിൻ്റെ പ്രാധാന്യമേ ഉള്ളൂ. ഇതിനേക്കാൾ മഹത്വം അതിനുണ്ട് എന്നൊക്കെ വാദിക്കാറുണ്ട്. അതിൽ വലിയ കാര്യമൊന്നുമില്ല. സ്വലാത്ത് വർദ്ധിപ്പിക്കുക വളരെ പ്രാധാന്യമുള്ളതാണ്, ദുനിയാവിലും ആഖിറത്തിലും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.